മാസങ്ങൾക്ക് മുൻപ് ഗർഭിണിയായ ഭാര്യയുമായി പത്തനംതിട്ട വടശ്ശേരിക്കരയിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഭുവനേശ്വരന് അറിയില്ലായിരുന്നു എങ്ങോട്ട് പോകണമെന്നോ എന്തു ചെയ്യണമെന്നോ. കോഴിക്കോട് ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഭാര്യയുമായി ട്രെയിനിൽ കയറി. ആകെയുണ്ടായിരുന്ന പണമടങ്ങിയ ബാഗ് യാത്രക്കിടെ മോഷ്ടിക്കപ്പെട്ടു. കോഴിക്കോട് എത്തുമ്പോൾ ഗർഭിണിയായ ഭാര്യയ്ക്ക് വെള്ളം മേടിച്ചു കൊടുക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥ. ഇവിടെ നിന്നാണ് പോലീസ് ഭുവനേശ്വറിന്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. ആദ്യം വനിതാ പോലീസ് സ്റ്റേഷനിലാണ് വന്നത്. ഒന്ന് സഹായം ചോദിച്ചു, ഇങ്ങനെ ജോലി എന്തെങ്കിലും കിട്ടി, എന്ത് ജോലി വേണമെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ CSRൻ്റെ നമ്പർ തന്നു. പ്രമോദ് സാർ അപ്പോൾ ഇല്ലായിരുന്നു അവിടെ. ഇവിടെ തണലിലാക്കി വെച്ച് എന്നെ അകസഭ പോലീസ് സ്റ്റേഷനിലാക്കി. രാവിലെ സാറ് വന്നു. വനിതാ സ്റ്റേഷനിലെത്തിയ യുവാവിനെയും ഭാര്യ സുജയെയും വനിതാ പോലീസ് കസബ CAയുമായി ബന്ധപ്പെടുത്തി. വിവരങ്ങൾ മനസ്സിലാക്കിയ പോലീസ് പാരാമൗണ്ട് ഹോട്ടലിൽ താമസത്തിന് അവസരമൊരുക്കി. വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയതോടെ CI പ്രമോദിന്റെ ഇടപെടലിൽ അതേ ഹോട്ടലിന്റെ ഉടമ ഭുവനേശ്വറിനവിടെ ജോലി നൽകി. താമസിക്കാൻ ഇടവും. ഹോട്ടൽ ജീവനക്കാരും പോലീസും കൂടിയാണ് സുജയ്ക്ക് ആവശ്യമായ വസ്ത്രങ്ങളും മറ്റ് ആശുപത്രി സഹായവും ചെയ്തു നൽകിയത്. പ്രസവശേഷം കുഞ്ഞുമായി ഹോട്ടലിലെ താമസ സ്ഥലത്ത് കഴിയാൻ പറ്റാതായതോടെയാണ് പോലീസ് തന്നെ ഇടപെട്ട് അമ്മയെയും കുഞ്ഞിനെയും സെന്റ് വിൻസെന്റ് ഹോമിലാക്കിയത്. പോലീസിൻ്റെ ഭാഗമായിട്ട് സാറിൻ്റെ പ്രത്യേക ഒരു താല്പര്യപ്രകാരം ഇവരൊരു ഷെൽട്ടർ കൊടുത്ത് സംരക്ഷിച്ചു വരികയായിരുന്നു. 5 ദിവസം പെൺകുട്ടി പ്രസവിച്ചു. അപ്പോൾ താൽക്കാലിക സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. തങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ വിളക്കമായി വന്ന കുഞ്ഞുമായി പുതിയൊരു ജീവിതമാണ് ഇവരുടെ സ്വപ്നം. എന്തെന്നോ എങ്ങോട്ടെന്നോ ഉറപ്പില്ലാതിരുന്ന തങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തിയ പോലീസിന്റെ നല്ല മനസ്സിന് 1000 നന്ദിയാണ് ഇവർക്ക് പറയാനുള്ളത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.